പ്രിയ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, കേരളത്തിൽ ഇന്ന് ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് ലഹരിയുടെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യം, കഞ്ചാവ്, MDMA, സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ എല്ലാം ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇരകളെന്നല്ലേ? നമ്മുടെ കൊച്ചുകുട്ടികളാണ്, സ്ത്രീകളാണ്, യുവതി യുവാക്കളാണ്. ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പലരും ഇതിനകത്ത് എത്തിപ്പെടുന്നത് ജീവിത കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ചില ആളുകളാവട്ടെ സാഹചര്യവശാൽ ഇതിലകപ്പെട്ടു പോകുന്നതുമാണ്. തീർച്ചയായിട്ടും മയക്കുമരുന്നിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ്. അത് മനുഷ്യൻ്റെ മനോഘടന തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരകൃത്യങ്ങളിലേക്ക് മനുഷ്യരെ അത് കൊണ്ടെത്തിക്കുന്നുണ്ട്. ജന്മം നൽകിയ ഉമ്മയെ കൊല്ലാനോ പോറ്റി വളർത്തിയ മക്കളെ കൊല്ലാനോ, ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത സാധ്യമാകാതെ പോയാൽ തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കഴുത്തറുത്തു കൊല്ലാനോ മടിയില്ലാത്ത മനുഷ്യനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ലഹരി പദാർത്ഥത്തിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും ഇതിനെ തടയിട്ടേ മതിയാകൂ. ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിലാണ് നാർക്കോട്ടിക് ഹണ്ട് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ മദ്യനയത്തിലും സാരമായ മാറ്റം സാമൂഹ്യ താൽപ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അനിവാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലഭ്യത കുറയ്ക്കണം, ബോധവൽക്കരണം വർദ്ധിപ്പിക്കണം, അഡിക്ഷൻ സെൻ്ററുകൾ ധാരാളമായി ഉണ്ടാകണം. സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ കിട്ടുന്ന വരുമാനം എന്നതിനപ്പുറം അതിൻ്റെ മറുഭാഗത്ത് തകരുന്ന സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിൻ്റെ ബാധ്യത കൂടിയായി തീരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീനീ പ്രവർത്തനം കൂടിയാണ്. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പൈശാചിക പ്രവർത്തനമാണ്, നിങ്ങളത് വർജിക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ, തിന്മകളുടെ മാതാവാണ് മദ്യം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങൾ പെറ്റുപെരുകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക്, സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക്, അടുത്ത തലമുറയുടെ രക്ഷയ്ക്ക് സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ, ദീനീ പ്രവർത്തനം എന്ന നിലയിൽ ഈ ഉത്തരവാദിത്വ നിർവഹണങ്ങളിൽ നമുക്കും നമ്മുടേതായ കയ്യൊപ്പ് ചേർത്താൻ കഴിഞ്ഞേ പറ്റൂ. അതിനുള്ള ഒരവസരം കൂടിയായി ഇത് മാറട്ടെ. നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ദീനീ പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളിയാവുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.